എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, എല്ലാ വർക്കേഴ്സ്, നമ്മുടെ ഓഫീഷ്യൽസ്, മീഡിയ പ്രവർത്തകർ, വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു നിമിഷമാണ് റൈറ്റ് നൗ. അപ്പോൾ ഇനി വരുന്ന 5 വർഷങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി താങ്കൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ വിശദീകരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. കോർപ്പറേഷനകത്ത് ഭരണത്തിലേക്ക് കയറാൻ പോകുന്ന BJPയുടെ കൗൺസിലർമാർ കാവിഷാണുകൾ ധരിച്ച് കൈകളിൽ താമരപ്പൂക്കളേന്തി ആ കൗൺസിൽ ഹാളിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 50 കൗൺസിലർമാരാണ് BJPക്ക് തലസ്ഥാനത്ത് ഉള്ളത്. കോർപ്പറേഷൻ പിടിക്കുക എന്നത് BJPയുടെ പ്രഖ്യാപിതമായ നയമായിരുന്നു. മാരാർജി ഭവന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചരിത്രമുറങ്ങുന്ന പുത്തരിക്കണ്ടത്ത് അന്ന് വേദിയിൽ നിന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP എടുക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അമിത്ഷായുടെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അനന്തപുരിയിൽ ഇനിയും BJPയുടെ ഭരണമാണ്. നമുക്കറിയാം, കേരളത്തിൽ BJPയുടെ സംഘടനാ സംവിധാനം ഏറ്റവും മികച്ച രീതിയിൽ വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എന്നുള്ളത്. നേമത്ത് BJP മുൻപ് അക്കൗണ്ട് തുറന്നതും വിവിധ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയതുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം BJPയുടെ വിജയത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇടത് വലത് മുന്നണികൾ ക്രോസ് വോട്ട് ചെയ്യുകയും വോട്ട് മറിക്കുകയും ഒക്കെ ചെയ്ത് ആ വിജയത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷേ 2025 എത്തുമ്പോൾ ഇരു മുന്നണികളുടെയും ക്രോസ് വോട്ടിംഗ് സ്ട്രാറ്റജിയെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ BJP തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ഭരണം പിടിച്ചെടുക്കുന്നത്. 4 മാസങ്ങൾക്കപ്പുറം ഏപ്രിൽ മാസത്തിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്ന ഒരു ജില്ലയുടെ മർമ്മപ്രധാനമായ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കുന്നു എന്നതാണ്. തലസ്ഥാനത്ത് കോർപ്പറേഷന്റെ ഭരണം BJP പിടിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ പോലും അത് ഞെട്ടിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരെ മറ്റു ജില്ലകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊല്ലം കോർപ്പറേഷനിലും അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 4 പഞ്ചായത്തുകളിൽ BJP ഭരണത്തിലേറുകയാണ്. അയിരൂർ ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അവിടെ BJPയുടെ മെമ്പർമാർ പരമപവിത്രമതാമേ മണ്ണിൽ എന്ന ഗണഗീതം പാടിയത് ശ്രദ്ധേയമായി. കാരണം അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതുപോലെ വന്ദേ ഭാരത് ട്രെയിനിൽ പരമപവിത്രമതാമീ മണ്ണിലെന്ന ദേശഭക്തി ഗാനം പാടിയ കുഞ്ഞുങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന നിലയിൽ പോലും ചില മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. ചില മാധ്യമങ്ങൾ ആ രീതിയിൽ വാർത്തകൾ നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അയിരൂർ ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP മെമ്പർമാർ അവിടെ ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ധീരപുരുഷന്മാരെ അനുസ്മരിക്കുന്ന ആ പവിത്രമായ ദേശഭക്തി ഗാനം അവിടെ ആലപിച്ചത്. ചില ഗ്രാമപഞ്ചായത്തുകളിൽ സ്വാമി അയ്യപ്പൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കടയ്ക്കൽ പോലെയുള്ള CPMന്റെ ഒരു കാലത്തെ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ അക്കൗണ്ട് തുറന്നുകൊണ്ട് അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവിടെ അനുപമയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിരിക്കുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് ശേഷം ഇതാ വീണ്ടും വളരെ നിർണായകമായ BJPയുടെ പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ദൃശ്യങ്ങൾ അങ്ങ് കേരളം ടു കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നും ലഭിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിന് മുന്നോടിയായി കളക്ടർ ചില നിർദ്ദേശങ്ങൾ കൗൺസിലർമാർക്ക് മുമ്പിൽ വെക്കുകയാണ്. ഈ കോർപ്പറേഷന് പുറത്ത് വലിയ പുരുഷാരത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചടങ്ങ് വലിയ സ്ക്രീനുകളിലൂടെ ആയിരക്കണക്കിന് BJP പ്രവർത്തകർ നേരിട്ട് കാണുകയാണ്. കാരണം വർഷങ്ങളായുള്ള അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് തന്നെ തിരുവനന്തപുരം പോലെയുള്ളൊരു സ്ഥലത്ത് BJPക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും വലിയ സ്വാധീനമുള്ളൊരു സ്ഥലത്ത് വളരെ മുൻപ് തന്നെ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഭരണത്തിലെത്തേണ്ടതാണ്. പക്ഷേ ക്രോസ് വോട്ടിംഗ് ഇരു മുന്നണികൾ കൃത്യമായിട്ട് തന്നെ BJPയുടെ വരവിനെ തടഞ്ഞുകൊണ്ടുള്ള ക്രോസ് വോട്ടിങ്ങും വോട്ട് മറിക്കലും വോട്ട് കച്ചവടവും ഒക്കെ അവിടെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് BJP എത്തുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ VV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. വരുന്ന 26-ാം തീയതി മേയർ ആരാകുമെന്ന് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ
ഡൽഹിയിൽ നിന്നും BJP-യുടെ പ്രഭാരിയായി ഇവിടേക്ക് അയച്ചിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ ഒരു സസ്പെൻസ് ഈ മേയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമില്ല, മറിച്ച് 26-ാം തീയതി BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനുശേഷമാകും പിന്നീട് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. സുധീരൻ നായർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. श्री अनुज ई प्रभा തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനുജി പ്രഭ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധേയം വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീമതി സിന്ധു ശശി. ദയവായി ആ സ്റ്റേജിൻ്റെ ഇടത് ഭാഗത്തുള്ള വഴി എന്ന് കൗൺസിലർമാർക്ക് സത്യപ്രതിജ്ഞ എടുക്കുന്നതിലേക്ക് വേണ്ടി ഒഴിവാക്കിനാക്കണമെന്ന് ദയവായി സഹകരിക്കേണ്ടതാണ്. ആ ഭാഗത്തു നിന്ന് മാറ്റാം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ എ പ്രദീപ് കുമാർ. കൗൺസിലർമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കുള്ള വഴി സഹായിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദയവായി ഈ ഭാഗത്തുള്ളവർ ദയവായി സത്യപ്രതിജ്ഞ വിജയത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും പരിപൂർണമായി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട എ പ്രദീപ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ
നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 7 ചെങ്കോട്ടുകോണമാണ് ശ്രീമതി അർച്ചന മണികണ്ഠൻ. ശ്രീമതി അർച്ചന മണികണ്ഠൻ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അർച്ചന മണികണ്ഠൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ചെമ്പരത്തി വാക്ക് ശ്രീമതി കെ ശൈലജ. ശ്രീമതി കെ ശൈലജ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ശൈലജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സത്യാറാണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥവും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദീപ സുരേഷ്. ദയവായി ആ ഭാഗത്ത് നമുക്കത് തീരുമാനിക്കാൻ വഴി വിനീതമായി അപേക്ഷിക്കുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ദീപ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദൃഢപ്രതിജ്ഞ. ശ്രീകാര്യമായിട്ട് അഡ്വക്കേറ്റ് ബിന്ദു വി എസ്. ബിന്ദു വി എസ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബിന്ദു വി എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും
വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 12 ചെല്ലമംഗലമാര് ആർ അരുൺ. ചെല്ലമംഗലമാര് ശ്രീ ആർ അരുൺ.中介的报表。